നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. 2014 ആഗസ്റ്റ് 15 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഥമ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പ്രഖ്യാപനമുണ്ടായത്. വരൂ, ഇന്ത്യയിൽ നിർമ്മിക്കൂ എന്നായിരുന്നു ആഹ്വാനം. ഇന്ത്യയെ ഒരു ആഗോള ഉൽപ്പാദന കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. ഇന്ത്യയുടെ GDPയിൽ ഉൽപ്പാദന മേഖലയുടെ സംഭാവന വർദ്ധിപ്പിക്കുകയും ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ 10% അധികം വളർച്ച പ്രതീക്ഷിച്ചെടുത്ത് ഉണ്ടായത് 2.7% മാത്രം. 10 കോടി തൊഴിൽ ലക്ഷ്യത്തിൽ പകുതി പോലും എത്തിയിട്ടില്ല. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ എന്നോടൊപ്പം സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, കോൺഗ്രസ് പ്രതിനിധി ശ്രീ N. പീതാംബരക്കുറുപ്പ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, പബ്ലിക് പോളിസി വിദഗ്ധ വിനീത ഹരിഹരൻ എന്നിവർ. ആദ്യം ശ്രീ പീതാംബരക്കുറുപ്പ്, എന്താണ് മെയ്ക്ക് ഇൻ ഇന്ത്യയെ സംബന്ധിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട്? പ്രതിപക്ഷത്തിന്റെ അമ്പും ബില്ലുമായിട്ടല്ല ഞാൻ ഈ ചർച്ചയെ കാണുന്നത്. യാഥാർത്ഥ്യാധിഷ്ഠിതമായ ഒരു ചർച്ച ആയിരിക്കും ജനങ്ങൾക്കും കേൾവിക്കാർക്കും ശ്രോതാക്കൾക്കും മൊത്തത്തിൽ ഫലപ്രദമാകുന്നത്. തീർച്ചയായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സുദീർഘകാലത്തെ ഗവൺമെന്റിനെ കടന്നാക്രമിച്ചുകൊണ്ടും അനവധി തലങ്ങളിൽ ആ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പരാക്രമ ശൈലിയിൽ വിമർശിച്ചുകൊണ്ടും അധികാരത്തിൽ വന്ന ബഹുമാനപ്പെട്ട മോദിയുടെ ഗവൺമെന്റ് 10 വർഷം പിന്നിട്ട് 11ാം വർഷം തികയ്ക്കാൻ പോകുന്ന സമയമാണ് ഇത്. അദ്ദേഹം വാഗ്വാദങ്ങളൊക്കെ പറഞ്ഞു വന്നു എന്ന് ഞാൻ പ്രധാനമന്ത്രിയെ പറ്റി അങ്ങനെ താഴ്ത്തി പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അല്ല. ഒരു കാര്യത്തിലും അദ്ദേഹത്തിന് ലക്ഷ്യത്തിലെത്താൻ സാധിച്ചില്ല. വെറുതെ വായ്ത്താരി പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനായി അദ്ദേഹത്തെ തൽക്കാലം ഞാൻ വിലയിരുത്തുന്നില്ല. അദ്ദേഹം വളരെ പരീക്ഷണങ്ങളെ നേരിട്ട് കടന്നു വന്നയാളാണ്. സാധാരണ തലങ്ങളിൽ നിന്ന് കടന്നു വന്നയാളാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും മൻമോഹൻ സിംഗിനെയും അതുപോലെ പലരെയും കടന്നാക്രമിച്ച് അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കുമെന്ന വികാരത്തോടെ വിശ്വാസത്തോടെ അധികാരത്തിൽ ഏറെയാളാണ് ബഹുമാന്യായ മോദി. അദ്ദേഹത്തിന് ഇന്ത്യയെ മുന്നിലെത്തിക്കാൻ സാധിച്ചത് ഒരു ആക്ഷേപഹാസ്യമായി എടുക്കരുത്. ജനസംഖ്യാ വർധനവിൽ നമ്മുടെ മുൻപിൽ നിന്ന് ചൈനയെ കടത്തിവെട്ടാൻ ഇന്ത്യക്ക് കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ സാധിച്ചു. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ ഉയർന്നത് സത്യമാണ്. 10 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞതൊക്കെ ഭാഗ്യക്കുറി കച്ചവടക്കാർ പിടിക്കുന്നത് പോലെ ദാ വരുന്നു ഭാഗ്യം 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 എന്നതുപോലെ. അത് ഏതോ 1-2 പേർക്ക് മാത്രം കിട്ടാൻ പോകുന്ന കാര്യമാണ്. പക്ഷെ വിളിച്ചു പറഞ്ഞത് എടുക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും ഇത് കിട്ടും എന്ന പ്രതീതി വരുത്തിക്കൊണ്ടാണ്. പ്രതീക്ഷിച്ചതുപോലെ ഉയർച്ചയിലേക്ക് രാജ്യത്തിന്റെ പൊതുസ്ഥിതി എത്തിക്കാൻ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാർഷികം, വ്യാവസായികം, വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, ഇങ്ങനെ പല മേഖലകളിൽ എവിടെയാണ് നമുക്ക് കുതിച്ച് കയറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്, എവിടെയാണ് മെച്ചപ്പെട്ട വളർച്ച സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചത്. രാജ്യത്തെ കർഷകന്റെ കൈയും കാലും തല്ലി ഓടിച്ചു. അതൊരു നേട്ടമാണെങ്കിൽ നേട്ടം തന്നെ. കൃഷിക്കാരനെ പൂർണ്ണമായി അവഗണിക്കുന്നതാണ് അന്തസ്സ് എന്ന നിഗമനത്തിൽ ഗവൺമെന്റ് എത്തിയതായി തോന്നും പല പ്രവൃത്തിയും കണ്ടാൽ. കർഷകരെ ഇത്രയേറെ മർദ്ദിച്ചൊതുക്കാൻ ആയുധം ഇമ്പോർട്ട് ചെയ്ത മറ്റൊരു ദേശീയ ഗവൺമെന്റിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കൃഷിക്കാരൻ അസംതൃപ്തനായാൽ, അവൻ അസ്വസ്ഥനായാൽ, കാർഷിക വിഭവങ്ങൾ ലഭ്യമല്ലാതായാൽ രാജ്യത്ത് ഉടലെടുക്കുന്നത് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത പട്ടിണിയാണ്. പട്ടിണി മരണമാണ്. ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ സമൃദ്ധിയെ പറ്റി ധാരാളം ഗവൺമെന്റ് വാഗ്ധോരണി നടത്തി.
എവിടെയാണ് സമൃദ്ധി? സ്വപ്നത്തിൽ സമൃദ്ധി ഉണ്ടായിരിക്കാം. വല്ല നോവലും വായിച്ചാൽ അതിൽ വല്ല സമൃദ്ധിയുടെയും രേണുക്കൾ കണ്ടെത്താൻ കഴിയും. കൃഷി നഷ്ടമായി, തകർച്ചയിലെത്തി, കഷ്ടത്തിലെത്തി. വ്യവസായങ്ങൾ അമ്പെ സ്തംഭിച്ചു. പക്ഷെ ഒരു കാര്യം അദ്ദേഹം ചെയ്തു. വ്യവസായത്തിൽ പരാജയപ്പെട്ട മുതലാളിമാരെ മുഴുവൻ വിളിച്ചുകൊണ്ടുവന്ന് അദ്ദേഹം ഓരോ വലിയ വ്യവസായങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മഴ പെയ്യുന്ന വ്യവസായം ഉണ്ടാക്കിയാൽ അതും ഒരു മുതലാളിയെ രാജ്യത്തെ ഏൽപ്പിക്കും. രാജ്യം തൊഴിലാളികളുടെ കയ്യിലെത്തണമെന്ന് ആഗ്രഹിച്ച സോഷ്യലിസ്റ്റ് സമ്പ്രദായങ്ങളെ വെട്ടിവീഴ്ത്തിക്കൊണ്ട് സമ്പന്നന്മാരുടെ കയ്യിൽ രാജ്യത്തെ പങ്കിട്ടു കൊടുക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി ആദരിക്കാൻ ഒരു വാക്ക് പോലും പറയാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്കെല്ലാം വിലപ്പെട്ട വ്യക്തി തന്നെ. പക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല എന്നുള്ളതാണ്. തളിർക്കാനും മുളയ്ക്കാനും വെച്ച വിത്തുകളെല്ലാം അവിടെ ഇരുന്ന് കരിഞ്ഞും അവിഞ്ഞും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ രാജ്യത്തിന്റെ ദാരിദ്ര്യത്തിന്റെ തോത് വർദ്ധിക്കുന്നു. തൊഴിലില്ലായ്മ എണ്ണത്തിൽ വർദ്ധിക്കുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. വർദ്ധിക്കുന്നു. വ്യക്തമാണ് ശ്രീ പീതാംബരക്കുറുപ്പ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീമതി വിനീത ഹരിഹരൻ, എവിടെയാണ് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന പീതാംബരക്കുറുപ്പിന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? നമസ്കാരം. താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഓൺ യുവർ ഷോ. ഇപ്പോ മേക്ക് ഇൻ ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ആദ്യം അത് നോക്കിയിട്ട് വേണം നമുക്ക് അതിന്റെ റിവ്യൂ ചെയ്യാനായിട്ട്. എല്ലാ മേഖലയും ഡിസ്കസ് ചെയ്യാണ്ട് ഈ മേക്ക് ഇൻ ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു എന്ന് അതനുസരിച്ച് വേണം നമുക്ക്. പറഞ്ഞോളൂ, കേൾക്കാം. മേക്ക് ഇൻ ഇന്ത്യയുടെ ഒബ്ജക്റ്റീവ്സ്. അതെ, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് മാനുഫാക്ചറിംഗ് ഗ്രോത്ത് 25% GDP-യുടെ 60% ആയിരുന്നു ലോഞ്ചിന്റെ ടൈമില്. പിന്നെ ജോബ് ക്രിയേഷൻ, പിന്നെ എൻഹാൻസ് ഇന്നോവേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് അട്രാക്ട് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്സ്. 25 സെക്ടേഴ്സ് ആയിരുന്നു അതിന്റെ ഒരു ഔട്ട്റീച്ച് ഐഡന്റിഫൈ ചെയ്തത്. ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ്, ടെക്സ്റ്റൈൽസ്, ബയോടെക്നോളജി, ഏവിയേഷൻ, ഡിഫൻസ്, മാനുഫാക്ചറിംഗ് ആൻഡ് റിന്യൂവബിൾ എനർജി. ഇപ്പൊ ഈ എല്ലാ മേഖലയും നോക്കുകയാണെങ്കിലും നമുക്ക് നല്ല ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഓൾ ഓഫ് ദീസ് സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഓട്ടോമൊബൈൽസ് ആണെങ്കിലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ടെക്സ്റ്റൈൽസും പിന്നെ ബയോടെക്നോളജിയിലും പിന്നെ ഡിഫൻസ് മാനുഫാക്ചറിംഗിലും റിന്യൂവബിൾ എനർജിയിലും നല്ല പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് ലാസ്റ്റ് 5 years. റിന്യൂവബിൾ എനർജിയിൽ ഇപ്പൊ ഇന്ത്യ ഇസ് ദ ലീഡിംഗ് country in the renewable energy sector in the world, almost one of the leading countries, because the kind of emphasis Modi government renewable energy കൊടുക്കുന്നത് വേറെ ഏത് ഗവൺമെന്റും ഇത്രയും ഒരു എംഫസിസ് കൊടുക്കുന്നില്ല renewable energyക്ക്. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസിനെ കുറിച്ച് നമുക്കറിയാലോ. വേൾഡ് ബാങ്കിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റിഫോംസ്, സിംഗിൾ വിൻഡോ ക്ലിയറൻസസും ഡീ ലൈസൻസിങ്ങും ഡീറെഗുലേഷനും ഇൻവെസ്റ്റർ ഫെസിലിറ്റേഷൻ, ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ലോഞ്ച് ചെയ്തപ്പോ 2019 എത്രത്തോളം പിന്നോക്കായിരുന്നു പല സ്റ്റേറ്റ്സും. പക്ഷെ 5 വർഷത്തില് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ. പല സ്റ്റേറ്റ്സും ഒരുപാട് റാങ്ക്സ് കയറിയിട്ടുണ്ട്. കേരളം തന്നെ 2 പാരാമീറ്റർ ഏറിയിട്ടുണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സിൽ. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ കോറിഡോർസ്, സ്മാർട്ട് സിറ്റീസ്, ലോജിസ്റ്റിക്സ് ഹബ്സ്, ഇതൊക്കെയായിരുന്നു ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എയിം. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട്, ഇൻവെസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷനും ഫെസിലിറ്റേഷനും നടക്കുന്നത്. ഇപ്പൊ ഇൻവെസ്റ്റ് ഇന്ത്യ ഒരു വലിയൊരു വൈറ്റ് ആയിട്ട് ഒരു ബോഡിയാണ്. ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട് നമുക്ക്. ഇൻവെസ്റ്റ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം വഴിയാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ എല്ലാ ഇനിഷ്യേറ്റീവ്സും ചാനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇൻവെസ്റ്റ് ഇന്ത്യ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ഫെസിലിറ്റേഷൻ പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിട്ടുണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. നിങ്ങൾ ഇഫ് യു ആർ ഒബ്സർവിംഗ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ഇന്ത്യയുടെ പല കൺട്രീസിലും പോയിട്ട് അവര് ഒരുപാട് ഇന്ത്യക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട് പല ശ്രമങ്ങളും നടക്കുന്നുണ്ട്, കോൺഫറൻസസ് നടക്കുന്നുണ്ട്, ഡയലോഗ്സ് നടക്കുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്സും ബ്രിങ്ങിങ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്സ് FDI ഒരുപാട് എൻഹാൻസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് 5 years ത്രൂ ദ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്. ഇൻവെസ്റ്റ് ഇന്ത്യയുടെ ആംസ് ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. ഇൻവെസ്റ്റ് ഇന്ത്യയുടെ ഒരു ആം, ഈ സ്റ്റേറ്റിൽ അവര് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആണ് ഇൻവെസ്റ്റ് ഇന്ത്യയുടെ ഏക ലക്ഷ്യം. അപ്പൊ ഇതൊക്കെ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ ഇപ്പൊ ഒരു ടോപ്പ് ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട് FDIയിൽ. ഗ്ലോബലി ഇന്ത്യ ഒരു ടോപ്പ് ഡെസ്റ്റിനേഷൻ ആയിട്ടുണ്ട്.
സ്ട്രോങ് ഗ്രോത്ത് ഇൻ സെക്ടേഴ്സ് ലൈക്ക് മൊബൈൽ മാനുഫാക്ചറിങ്, ഡിഫൻസ് പ്രൊഡക്ഷൻ, സോളാർ എക്വിപ്മെന്റിലൊക്കെ നമ്മുടെ മാനുഫാക്ചറിങ് ഒരുപാട് പ്രോഗ്രസ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിച്ചത് 16.45 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന്റെ 10-1 പോലും ഇൻവെസ്റ്റ്മെന്റ് നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ആരോപണം. ഇല്ല, ഇന്ത്യ ഇപ്പൊ $357 billion അട്രാക്ട് ചെയ്തിട്ടുണ്ട് ക്യൂമുലേറ്റീവ് FDI 2019 to 2024. മാനുഫാക്ചറിംഗ് ആണ് സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് ദിസ് FDI വന്നിരിക്കുന്നത്. പിന്നെ പല ബ്രാൻഡ്സ് നോക്കുകയാണെങ്കിൽ ആപ്പിൾ, ഫോക്സ്കോൺ, ടെസ്ല, ബോയിങ് ഇവരൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ട് ബേസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പൊ ഇതൊക്കെ മേക്ക് ഇൻ ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ബൂം ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡ് ലാർജസ്റ്റ് മൊബൈൽ മാനുഫാക്ചറർ ഗ്ലോബലി ആയിട്ടുണ്ട് ഇപ്പൊ ഇന്ത്യ. സിമിലർലി പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. PLI സ്കീം, PLI സ്കീമിൽ നിന്ന് ഗവൺമെന്റ് പിന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ പ്രതികൂലമായി ബാധിക്കില്ലേ? ഇല്ല, PLI സ്കീമിൽ ഒരു പരിധി വരെയാണ്. PLI സ്കീം ഇൻസെന്റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ഒരു ബൂസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു PLI സ്കീമാണ്. ഇത് 14 സെക്ടേഴ്സിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇപ്പോൾ 3 ലക്ഷം കോടിയോളം പ്രൊഡക്ഷൻ ഔട്ട്പുട്ടും ജോബ് ക്രിയേഷന്റെ ഒരു വാല്യൂ ക്രിയേഷൻ ഉണ്ടായിട്ടുണ്ട് PLI സ്കീം വഴി. അതാണ് ഇതൊക്കെ ഡേറ്റയുടെ ബേസിസിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഈ വാല്യൂസും ഫിഗേഴ്സ് ഒക്കെ വെറുതെ പറയുന്ന ഫിഗേഴ്സ് ഒന്നും അല്ല. ഫൈനാൻസ് മിനിസ്ട്രിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന ഫിഗേഴ്സ് ആണ് ഇതൊക്കെ. ദീസ് ആർ ദ കറക്റ്റ് ഫിഗേഴ്സ് വിച്ച് ആർ ബീൻ അപ്രൂവ്ഡ് ഗ്ലോബലി, നോട്ട് ഓൺലി ഏജൻസീസ് മാത്രമല്ല. PLI സ്കീം പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കിയില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും PLI സ്കീം ഏകീകരിക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുകയും ചെയ്തതായി വാർത്തകളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഗവൺമെന്റ് അതിനെക്കുറിച്ചൊരു പ്രസ്താവന നടത്തി. PLI സ്കീം ടെലികോം സെക്ടറിൽ വൻ വിജയമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറ്റു മേഖലകളിൽ കാര്യമായ ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലേ അതിനർത്ഥം? അല്ല, അങ്ങനെയല്ല. അക്രോസ് 14 ടെലികോം സ്കീം അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ 14 സെക്ടേഴ്സിന്റെ അക്രോസ് 14 സെക്ടേഴ്സ് 3 ലക്ഷം കോടിയോളം വാല്യൂ ക്രിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ PLI സ്കീം രണ്ടാമത് പുനരാലോചിക്കുന്നത്? അല്ല, അത് ആലോചിക്കുന്നത് ബിക്കോസ് PLI സ്കീമിന്റെ ഒരു എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇൻസെന്റിവൈസ് ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇൻസെന്റിവൈസേഷൻ സ്കീമിൽ പോകുമ്പോൾ PM ഗതിശക്തി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഇത് ലോജിസ്റ്റിക്സ്, ഇൻഡസ്ട്രിയൽ ഹബ്ബ്, റെയിൽവേസ്, റോഡ്, പോർട്ട് ഡെവലപ്മെന്റ് എല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് PM ഗതിശക്തി. ഇപ്പൊ അതിന്റെ ഉള്ളിലാണ് ഇൻഫ്രാസ്ട്രക്ചർ പുഷ് നോക്കുകയാണെങ്കിൽ 11 ഇൻഡസ്ട്രിയൽ കോറിഡോർസ് വന്നിട്ടുണ്ട് അണ്ടർ ഡെവലപ്മെന്റ്. 4 നിയറിംഗ് കംപ്ലീഷൻ ആണ് ഇൻഡസ്ട്രിയൽ കോറിഡോർസിൽ. Similarly, in defense manufacturing and indigenization, it has happened. India has exported about defense equipment to about 85 plus countries in the last 5 years. This is all because of the Make in India initiative. യോജിക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സെക്ടറിൽ ഒന്ന് ഡിഫൻസ് സെക്ടറാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ്, മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ആരംഭിച്ചിട്ട് ഏകദേശം 1 പതിറ്റാണ്ട് പിന്നിടുന്നു. ഇന്ത്യയുടെ ഉൽപാദന മേഖലയിലും സമ്പദ് വ്യവസ്ഥയിലും അതിന്റെ ഒരു സ്വാധീനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അതായത് മേക്ക് ഇൻ ഇന്ത്യ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി 2014 കൊണ്ടുവരുന്നത്. ആദ്യ ബജറ്റ് അവതരിപ്പിച്ചതിനോടടുപ്പിച്ചാണ് അദ്ദേഹം അമേരിക്ക വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു, ഇന്ത്യ ഹാസ് 3 Ds, അതായത് 3 Dകൾ: ഡെമോഗ്രഫി, ഡെമോക്രസി, ഡിമാൻഡ്. മേക്ക് ഇൻ ഇന്ത്യ, അതായിരുന്നു അദ്ദേഹത്തിന്റെ ആഹ്വാനം. പറഞ്ഞോളൂ, കേൾക്കാം, വ്യക്തമാണ്. ശ്രീ പീതാംബരക്കുറുപ്പ്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ മോദി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തോട് യോജിക്കുന്നു? അല്ല, പ്രതിപക്ഷം പറയുന്നത് ആരോപണമായിട്ടെന്താ എടുക്കേണ്ടത്? ബോധ്യപ്പെട്ട വസ്തുതകൾ ഭരണപക്ഷത്തില്ലാത്തവർ ചൂണ്ടിക്കാണിക്കുന്നു എന്ന മാന്യതയോടെയാണ് അത് കാണേണ്ടത്. ക്ഷമിക്കുന്നെങ്കിൽ അസഭ്യമാണല്ലോ പറയേണ്ടത്. ഇത് സഭ്യമായ കാര്യങ്ങൾ പറയുന്നു. ഇവിടെ മാഡം സൂചിപ്പിച്ചതുപോലെ, മേരി മാഡം അല്ല, അതിന് മുമ്പ് സംസാരിച്ച ബഹുമാന്യ സഹോദരി സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയാണ് പറയുന്നത് നമ്മൾ ആലോചിച്ചുകൂടെ. ഇവിടെ റെയിൽവേ വിൽക്കാൻ പോകുന്നു എന്നാ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യക്ക്, റെയിൽവേ ഇന്ത്യക്ക് നിഷിദ്ധമാണോ? കപ്പൽ വ്യവസായം മുഴുവനും കോടീശ്വരന്മാർക്ക് വിൽക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പല തലങ്ങളിൽ, അല്ലേ? തുറമുഖങ്ങളെല്ലാം വിൽക്കാൻ തീരുമാനിച്ചു കൊണ്ടിരിക്കുന്നു, അതിന്റെ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലേ?
വിമാനത്താവളങ്ങൾ പലതും വിറ്റ് കഴിഞ്ഞു. ഇനി ലാഭകരമായി നടക്കുന്നതെല്ലാം എടുക്കാൻ ആളുകൾ ചുറ്റും വട്ടമിട്ട് പറക്കുന്നു. മീൻ ചന്തയിൽ പരുന്ത് പറക്കുന്നത് പോലെ പറക്കുന്നു. അവർക്ക് വേണ്ടി ലാഭകരമായ വ്യവസായങ്ങളെ മുതലാളിമാരെ ഏൽപ്പിക്കാനുള്ള വ്യഗ്രതയിലാണ് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി. ഒരു ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാർ വ്യവസായം ചെയ്യുന്നതുകൊണ്ട് അപകടമൊന്നുമില്ല. സ്വകാര്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, തെറ്റല്ല. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് ചില ലക്ഷ്യങ്ങളില്ലേ, ചില മുദ്രാവാക്യങ്ങളില്ലേ? ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യന്റെ പൊതു സ്വത്താണ് ഈ പബ്ലിക് എന്റർപ്രൈസസ് എല്ലാം. അത് മുഴുവൻ അവർക്കൊരു അവകാശവുമില്ലാത്ത സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് ഒതുക്കി കൊടുക്കാൻ നടത്തുന്ന ഒരു മക്യാട് പണി, ഒരു ഏജൻസി പണി, ഒരു ഇന്റർമീഡിയറി ഏജൻസിയുടെ പണിയാണ് നമ്മൾ ഈ ഗവൺമെന്റിൽ കാണുന്നതും ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇവിടെ ദാരിദ്ര്യം എങ്ങനെ നിൽക്കുന്നു? പ്രധാനമന്ത്രിക്ക് വളരെ അടുത്തറിയുന്ന കൽക്കട്ട, തൊട്ടടുത്തുള്ള തലസ്ഥാനത്ത് അത് വളരെ അടുത്തുള്ള ഒരു ഇന്ത്യയിലെ പ്രധാന നഗരമാണ് കൽക്കട്ട. അവിടെ 35% ആളുകൾ നേരെ വസ്ത്രം ധരിക്കാൻ നിർവാഹമില്ലാത്തവരാണ്. പുരുഷന്മാർ വയലേലകളിൽ പണിയെടുക്കുന്നത് പഴയ മലയാളത്തിൽ പറഞ്ഞാൽ കൗപീനം മാത്രം ധരിച്ചുകൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നമ്മൾ അവകാശപ്പെടുമ്പോൾ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വോണ്ട് ബൈ ഗവൺമെന്റ്. ഇത് ഗവൺമെന്റിന്റേതാണോ? അല്ല, സ്വകാര്യ വ്യക്തികൾ പണം മുടക്കി പ്രയത്നം കോൺട്രിബ്യൂട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഗവൺമെന്റിന്റേതായിട്ട് നമുക്ക് ഇൻടോട്ടോ കൂട്ടി പറയാം. പക്ഷെ ഗവൺമെന്റ് അല്ലേ അവിടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ എത്ര സർക്കാർ ബില്ലുകൾ കൂട്ടി? അങ്ങനെക്കറിയാമല്ലോ, കേരളത്തിലെ 140-50 വർഷം മുമ്പ് സൗത്ത് ഇന്ത്യക്ക് മുഴുവൻ പട്ടാളക്കാർക്കും പോലീസിനും കാക്കി കൊടുത്തിരുന്ന കൊല്ലത്തെ സ്പിന്നിങ് മില്ലുണ്ടല്ലോ, ചരിത്ര പ്രസിദ്ധമായ കൊല്ലത്തെ മില്ല്, സർക്കാരിന്റെ മില്ല്, ഒരു സ്വകാര്യ മില്ല്, അതിപ്പോ പൂട്ടിക്കിടക്കുന്നു. നാട്ടുകാർ പോത്തിലിരിക്കുന്നു ആ കാമ്പൗണ്ടിൽ. അപ്പൊ ഇൻഡസ്ട്രി മുഴുവൻ തകർന്നടിയുന്നു എന്ന് നമ്മൾ കാണണം. മരുന്നുകൾ നമ്മൾ പുറത്തുനിന്ന് വരുത്തി തുടങ്ങിയെന്ന് നമ്മൾ അറിയണം. മരുന്നിന്റെ വില 20, 25, 30, 40, 80, 200 ഇരട്ടി വില കൂടി എന്ന് നാം തിരിച്ചറിയണം. ഭക്ഷ്യധാന്യങ്ങളുടെ വില പിടിച്ചാൽ കിട്ടാത്ത വണ്ണം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം അറിയണം. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ഇന്ത്യൻ ജനതയോട് പറയേണ്ടത് പൊളിറ്റിക്കൽ ലിറ്ററേച്ചർ അല്ല, യാഥാർത്ഥ്യം എന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആണ്. അതിനുവേണ്ടി ഇന്ത്യ വളർന്നോ? അതിനുവേണ്ടി ഇന്ത്യ മുന്നോട്ട് പോയോ? ഡിഫൻസ് ഇൻഡസ്ട്രിയെ പറ്റി മാഡം സംസാരിച്ചല്ലോ. വിത്ത് ഡ്യൂ റെസ്പെക്ട് മാഡം, ഡിഫൻസ് ഇൻഡസ്ട്രി ഒക്കെ അതിന്റെ അത്യൗന്നത്യത്തിൽ എത്തിയത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെന്ന കാര്യം നാം മറക്കരുത്. അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്തുണ്ടാക്കി നമ്മുടെ ബഹുമാന്യനായ മോദിയുടെ ഗവൺമെന്റ് എന്നാണ് വിശദീകരിക്കേണ്ടത്. അതൊന്നും വേണ്ടവണ്ണം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോ പല്ലിയുടെ പാറ്റാഗുളിക ഉണ്ടാക്കുന്നിടത്ത് 2 ലക്ഷം പാറ്റാഗുളിക കൂടുതൽ ഉത്പാദിപ്പിച്ചു എന്ന് പറയുന്നതൊക്കെ നമുക്ക് ഡാറ്റമാറ്റിക് എക്സ്പ്രഷൻ ഉപയോഗിക്കാം. പക്ഷേ അത് ക്രൂരമായ ഒരു രീതിയല്ലേ? ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, നമ്മൾ മോദി സർക്കാരിൻ്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പദ്ധതി 10 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ച പദ്ധതി എന്നാണ് 10 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മോദി മെയ്ക്ക് ഇൻ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞത്. മെയ്ക്ക് ഇൻ ഇന്ത്യ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വ്യക്തമാണ്. ഞാൻ ആദ്യം ബഹുമാനപ്പെട്ട പീതാംബരക്കുറുപ്പിനോട് പറയാനുള്ളത്, ഇതൊരു വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു വിഷയമാണ്. മൈതാനത്ത് പ്രസംഗിക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനുള്ള ഒരു വേദിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അക്കാഡമിക് ആയിട്ടാണ് സാർ ഞാനൊന്ന് ശ്രീ പീതാംബരക്കുറുപ്പ്, താങ്കൾക്ക് അവസരമുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സാർ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞത് മൈതാനത്ത് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നു എന്ന ഭാഷയിലാണ്. അങ്ങ് രാഷ്ട്രീയ പ്രസംഗം ധാരാളം നടത്താറുള്ള ആളാണെന്ന് എനിക്കറിയാം. ആ രാഷ്ട്രീയ പ്രസംഗത്തിനപ്പുറത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ടുള്ള സാർ അങ്ങ് ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള ആളല്ലേ, അങ്ങ് ഒന്ന് ക്ഷമിക്കൂ. ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. ഞാൻ അങ്ങയുടെ പകുതി പൈസ ഒന്ന് ക്ഷമിക്കൂ. അങ്ങ് ശ്രീ ഗോപാലകൃഷ്ണൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട്.
ചർച്ച ചെയ്യുന്ന വിഷയം മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ശ്രീ പീതാംബരക്കുറുപ്പ്, താങ്കൾക്ക് അവസരം തരാം. ശ്രീ ഗോപാലകൃഷ്ണൻ പറയൂ. അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഈ മേക്ക് ഇൻ ഇന്ത്യയുടെ 10 വർഷം, അതായത് സെപ്റ്റംബർ മാസം 2014 സെപ്റ്റംബർ 25-നാണ് മേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. മേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ബേസ് എന്താ? എംപവറിംഗ് ഇന്ത്യ ടു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബ്. ഈ എംപവറിംഗ് ഇന്ത്യ ഇൻ ടു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബ്, അങ്ങനെ ഒരു ഗ്ലോബൽ ആയിട്ട് രാജ്യാന്തരമായിട്ടുള്ള അന്തർദേശീയ തലത്തിലുള്ള ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായിട്ട് ഇൻഡസ്ട്രി മേഖലയിൽ കൊണ്ടുവരാനാണ്. അത് കാർഷിക മേഖലയിലല്ല. അപ്പൊ ആ ഇൻഡസ്ട്രി മേഖലയിൽ ഏതാണ്ട് ഒരു 25% GDP-യുടെ മാനുഫാക്ചറിംഗ് സെക്ടറിൽ വരണം എന്നുള്ളതാണ് ഈ കൺസെപ്റ്റ്. അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്ന് അതിന്റെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഗോൾ മുന്നോട്ട് വെച്ചപ്പോൾ അത് പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഇൻക്രീസ് growth rate of manufacturing sector 12 to 14% per annum. അതാണ് ഒന്നാമത്തേത്. രണ്ട്, ക്രിയേറ്റ് ജോബ് ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യില്ല. GDP-യുടെ കോൺട്രിബ്യൂഷൻ 25% ആക്കില്ല. അങ്ങനെ ചില ബേസിക് കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് ഈ ഗ്ലോബൽ ഹബ് ആക്കുവാനുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് വാസ്തവത്തിൽ ഈ മേക്ക് ഇന്ത്യ പദ്ധതി കൊണ്ടുവന്നത്. ഞാൻ ആദ്യം ഓഡിയൻസിനോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പീതാംബരക്കുറുപ്പിനോടും പറയാൻ ആഗ്രഹിക്കുന്നത്, 2014 വരെയുള്ള കാലഘട്ടത്തിൽ അങ്ങ് പറഞ്ഞല്ലോ, കൽക്കട്ടയിലെ തുണിയില്ലാത്ത പാവപ്പെട്ടവരെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ. 60 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് അവർക്ക് തുണി കൊടുക്കാൻ കഴിയാതെ പോയി എന്നത് അങ്ങ് മറന്നുപോയിട്ടാണ് 10 വർഷം ഭരിച്ച BJP-യെ കുറിച്ച് പറയുന്നത്. പക്ഷെ 2014 വരെ, അതായത് 2014 വരെ ഇന്ത്യയുടെ FDI, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്, അത് 25 വർഷത്തെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 67% കൂടുതലാണ് ഈ മാനുഫാക്ചറിങ് ഈ പറഞ്ഞ ഹബിന് വേണ്ടിയുള്ള ഈ മേക്ക് ഇൻ ഇന്ത്യ കൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ 2014 തൊട്ട് 2022 വരെ ഇന്ത്യ അട്രാക്ട് $667.41 ബില്യൺ അച്ചീവ് ചെയ്തത്. ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, ഈ $667.41 ബില്യൺ FDI ഒരു 10 വർഷം കോൺഗ്രസിന്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടോ? ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, മാനുഫാക്ചറിംഗ് ഹബ് ആവണം എന്നതാണ് കാഴ്ചപ്പാട്. ആ മാനുഫാക്ചറിംഗ് ഹബിലേക്ക് ടോയ് പ്രൊഡക്ഷൻ എവറി സെക്കൻഡിൽ നിങ്ങൾ മനസ്സിലാക്കണം, 10 ന്യൂ ടോയ്സ് ഉണ്ടാക്കുന്ന ഒരു ടോയ് മാനുഫാക്ചറിംഗ് ഹബായിട്ട് ഇന്റർനാഷണലി 400 മില്യൺ ടോയ്സ്, അതാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു 10 ടോയ്സ് ഒരു സെക്കൻഡിനുള്ളിൽ, എവറി സെക്കൻഡിൽ 10 ടോയ് കളിപ്പാട്ടങ്ങൾ ഇവിടെ നിർമ്മാണത്തിൽ വരുന്നു. ഇന്ത്യ ഈസ് ദ 5th ഇന്റർനാഷണൽ ടോയ് മാനുഫാക്ചറിംഗ് ഹബാണ് ഇന്ന് ഇന്ത്യ. ഇനി ഇന്ത്യയുടെ വാക്സിൻ, അതായത് നമ്മുടെ, ഞാൻ ഓരോ 1, 2, 3 പോയിന്റ് ആയിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം, വാക്സിന്റെ കാലത്ത്, അതായത് നമ്മുടെ ഈ വലിയ ഒരു കൊറോണ വന്ന കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ചൈനയിൽ നിന്ന് ഇറക്കുമതിയായിരുന്നു ഈ കൊറോണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സകല ഉപകരണങ്ങളും. പക്ഷേ കൊറോണ അതിന്റെ മൂർധാന്യത്തിൽ എത്തിയപ്പം ലോകത്തിന്റെ ഏതാണ്ട് 60% ജനങ്ങൾ, ലോകത്തുള്ള ഏതാണ്ട് 68% ഓഫ് ദ വേൾഡ് ലോകത്തിന് വാക്സിൻ കൊടുത്തത് ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെയുള്ള ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് ആണ്. നമ്പർ 1. ഇനി വന്ദേ ഭാരത് ട്രെയിൻ, വന്ദേ ഭാരത്, ഇന്ത്യ ഈസ് എ ഫസ്റ്റ് ഇൻഡിജീനസ്. 2014 ശേഷമുള്ള നരേന്ദ്രമോദിയുടെ കാലത്താണ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനസ് സെമി ഹൈ സ്പീഡ് ട്രെയിൻ സർവീസ് 51 വന്ദേ ഭാരത് നിർമ്മിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ അച്ചീവ്മെന്റ് ഓഫ് മേക്ക് ഇൻ ഇന്ത്യ. ഇനി ഡിഫൻസ് പ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞപ്പോ അങ്ങ് എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, INS വിക്രാന്ത്, INS വിക്രാന്ത്, ഒരു മിനിറ്റ്, ഞാൻ എന്നാ തീർത്തോട്ടെ സാർ, അങ്ങനെ ഇടയിൽ ഇടപെടരുത്. INS വിക്രാന്ത്
India's first domestically provide produce aircraft എന്താ പറയാ കാരിയർ. അതാണ് സെൽഫ് റിലയൻസിൽ ഇന്ത്യസ് ഫസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടാക്കിയത്. INS വിക്രാന്ത് എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ടാക്കിയത്, സെൽഫ് റിലയൻസിൽ ഉണ്ടാക്കിയത് ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. 2023-2024 കാലഘട്ടമായപ്പോഴേക്കും ഏതാണ്ട് 1.27 lakh crore എക്സ്പോർട്ട് ആണ് 90 കൺട്രീസിൽ 90 രാജ്യങ്ങളിലേക്ക്. 2014 വരെ കോൺഗ്രസ് ഭരിച്ചപ്പോ ഇന്ത്യയിൽ ആയുധങ്ങൾ ഇറക്കുമതിയായിരുന്നു, ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ഉണ്ടായിരുന്നില്ല. ഇന്ന് 1.27 lakh crore 90 രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയാണ് പീതാംബരക്കുറുപ്പ് സാറേ. ഇനി കഴിഞ്ഞില്ല. ഞാന് ഓരോ 2-3 പോയിന്റ് പറഞ്ഞ് ഞാൻ നിർത്തിയേക്കാം. താങ്കളിലേക്ക് മടങ്ങി വരാം. താങ്കളുടെ പോയിന്റ് ഒരു പോയിന്റ് പറഞ്ഞാൽ നിർത്താം. ശരി, ഒറ്റ പോയിന്റ് പറഞ്ഞാൽ ഇലക്ട്രോണിക് സെക്ടറിൽ ഡബിളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. മൊബൈൽ ഫോൺ നിങ്ങൾക്ക് മനസ്സിലാക്കണം, 2014 ഒരു മൊബൈൽ ഫോൺ ഇല്ല. 2014 നാം ഇറക്കുമതിയാണ് എല്ലാം. പക്ഷേ ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം 43% ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് മൊബൈൽ ഫോൺ ഇറ്റ് വാസ് മാനുഫാക്ചറിംഗ് ഇൻ ഇന്ത്യ. സെക്കൻഡ് ലാർജസ്റ്റ് മൊബൈൽ മാനുഫാക്ചറിംഗ് ഗ്ലോബൽ ഹബ്ബാണ് ഇന്ന് ഇന്ത്യ. ശരി, ഇത് മനസ്സിലാക്കണം. നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് 100% അച്ചീവ്മെന്റ് ആയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എത്ര ശതമാനമായി? GDP-യില് 17% ആയി. എത്രയായിരുന്നു എക്സ്പെക്ടേഷൻ? 25% ആയിരുന്നു. ശരിയാണെന്ന് ഞാനിതൊന്നും നിഷേധിക്കുന്നില്ല. മുഴുവൻ അച്ചീവ്മെന്റ് ആയിട്ടില്ല. പക്ഷേ സീറോയിൽ നിന്ന് ഈ രീതിയിലേക്ക് ടോയുടെ കാര്യത്തിലും മൊബൈലിന്റെ കാര്യത്തിലും ഇലക്ട്രോണിക്കിന്റെ കാര്യത്തിലും ഡിഫൻസ് പ്രൊഡക്ഷന്റെ കാര്യത്തിലും എല്ലാം ഇന്ത്യക്ക് വലിയ തോതിലുള്ള മാനുഫാക്ചറിംഗ് ഹബ്ബായി ഇന്ത്യ മാറുന്നു. അതുകൊണ്ടാണ് FDIയുടെ ഇൻഫ്ലോ ഉണ്ടാവുന്നത്. ആളുകൾ ഇവിടെ വരില്ല. ശരി, ഞാൻ വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ മേരി ജോർജ് കേൾക്കുന്നുണ്ടോ? അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ മേക്ക് ഇൻ ഇന്ത്യയുടെ നേട്ടങ്ങളെ എണ്ണി പറയുകയായിരുന്നു. ഏതാണ്ട് ഒരു ദശകം 10 വർഷം പിന്നിട്ടു മേക്ക് ഇൻ ഇന്ത്യ നിലവിൽ വന്നിട്ട്. താങ്കൾ അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? അതായത് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഇവിടെ അവതരിപ്പിച്ച കാര്യം കേട്ടാല് മൊബൈൽ ഫോൺസും ഇലക്ട്രോണിക് ഗുഡ്സും മരുന്നുകളും കഴിച്ച് മനുഷ്യർക്ക് ജീവിക്കാം എന്ന് തോന്നും. ആ തരത്തിലാണ് ഇന്ത്യയുടെ വളർച്ച. അതാണോ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ വളർച്ച ആവശ്യപ്പെടുന്നത് എന്ന ഒരു ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കുക. മേക്ക് ഇൻ ഇന്ത്യയെ പറ്റി എനിക്ക് ഒരു 3 മണിക്കൂർ സംസാരിക്കാനുണ്ട്. പക്ഷെ നിങ്ങൾ എന്നെ 10 മിനിറ്റെങ്കിലും പറയാൻ സമ്മതിക്കണം. അതായത് ഇപ്പോ ഇത് ബജറ്റാണ് എന്റെ കയ്യിലിരിക്കുന്നത്. നിർമ്മലാ സീതാരാമൻ ഇപ്പോ അവതരിപ്പിച്ച ബജറ്റിന്റെ ഡോക്യുമെന്റ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. അതില് ഫെർട്ടിലൈസർ സബ്സിഡി, ഫെർട്ടിലൈസർ ഒരു ഇൻഡസ്ട്രിയാണ്, ഇൻഡസ്ട്രിയിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഫെർട്ടിലൈസറിന്റെ സബ്സിഡി 1,71,299 കോടിയിൽ നിന്ന് 1,67,887 കോടിയായിട്ട് വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇപ്പോ നോർത്ത് ഇന്ത്യയിലെ കർഷകര്, സൗത്ത് ഇന്ത്യയിലെ കർഷകര്, എല്ലായിടത്തെയും കർഷകര് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇല്ലാതെ കൃഷിയിലേക്ക് പോകാൻ നോക്കുകയാണ്. അതിന്റെ അനന്തരഫലം എന്തായിരിക്കും? ഇന്ന് 335 ടൺ അരിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്കിൽ അടുത്ത വർഷം അത് 300 ടണ്ണിലേക്ക് കുറയും. ഇപ്പൊ 28 കോടി ജനങ്ങളാണ് അതിദരിദ്രരായിട്ട് ഇന്ത്യയിൽ ഉള്ളത് എങ്കിൽ അതൊരു 38 കോടിയായിട്ട് ഒരു വർഷം കൊണ്ട് വർദ്ധിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ കൈ പൊക്കണ്ട. താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ കൈ പൊക്കിയിട്ടില്ല, അതുകൊണ്ട് കൈ താണു തന്നെ ഇരിക്കട്ടെ. അങ്ങനെ കൈ താഴ്ത്ത ആവശ്യമൊന്നുമില്ല, എനിക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഇതേ ഈ ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ അതിന്റെ സബ്സിഡി എന്തുകൊണ്ട് കുറച്ചു? സബ്സിഡി കുറയ്ക്കാൻ പാടില്ല. WTO പറഞ്ഞിട്ടുണ്ട്. 1995 കരാറിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു വികസ്വര രാഷ്ട്രത്തിന്റെ അഗ്രികൾച്ചറൽ GDP-യുടെ 10% വരെ സബ്സിഡി കൊടുക്കാമെന്ന് നരേന്ദ്രമോദി ആദ്യത്തെ ബജറ്റിൽ തന്നെ പറഞ്ഞത് ഞാൻ ഇപ്പോഴെന്ന പോലെ ഓർക്കുന്നു. ഘട്ടം ഘട്ടമായി സബ്സിഡി വെട്ടിക്കുറച്ചില്ലാതെയാക്കും. ആരാണ് അദ്ദേഹത്തിന് ഈ അധികാരം കൊടുത്തിരിക്കുന്നത് സബ്സിഡി ഇല്ലാതാക്കാനായിട്ട്? ഇവിടുത്തെ ജനങ്ങൾ കൊടുത്തിട്ടില്ല, WTO കൊടുത്തിട്ടില്ല.
പിന്നെ സ്വമേധി അങ്ങനെ ഒരു അധികാരം ഉണ്ടെന്ന് നടിച്ച് ചെയ്യുകയോ എന്നിട്ട് കൃഷിയെ ഇതുപോലെ കൊന്നുകൊണ്ടിരിക്കുകയോ? അതാണ് ഇവിടെ ഈ ഫെർട്ടിലൈസർ സബ്സിഡി ഞാൻ പറഞ്ഞതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നത്. പോകട്ടെ, കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഒരു ഇൻഡസ്ട്രിയൽ ഹബ് ആക്കുക, FDI ഹബ് ആക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് കൊടുത്തിരിക്കുന്ന എത്രയാണെന്നറിയോ? 65,553 കോടി രൂപയാണ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ഈ ബജറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത്ര വലിയ 140 കോടി ജനങ്ങളുടെ ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനായി ഈ രാജ്യത്ത് ഒരു വ്യവസായ വികസനം, വ്യവസായത്തിന്റെ GDP ശതമാനം 25% വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊടുക്കുന്നത് ആ 65,553 കോടി രൂപ മാത്രമാണോ? എന്നിട്ട് UPA ഗവൺമെന്റിന്റെ കാലത്ത് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഏതാണ്ട് വലിയ ആനക്കാരി. നിങ്ങൾ തോമസ് പിക്കറ്റിയെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ സുഹൃത്തുക്കളെ. അതായത് ഈ 4 എക്കണോമിസ്റ്റുകള്, 2 ഫ്രഞ്ച് എക്കണോമിസ്റ്റുകളും 2 ഇന്ത്യൻ എക്കണോമിസ്റ്റുകളും, ഞാൻ അവരുടെ പേരിലേക്ക് പോകുന്നത്, 1921 മുതൽ 2021 വരെയുള്ള ഒരു പഠനം നടത്തി. ഇന്ത്യയിലെ അസമത്വത്തെ പറ്റി മാത്രമായിരുന്നു ആ പഠനം. അവര് കണ്ടുപിടിച്ചത് 2014-നും 2022-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ അസമത്വം ഏറ്റവും ഉയർന്നത് എന്ന്. ഇനി ഫ്യൂ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുതലുള്ള എല്ലാം എനിക്ക് പറയാൻ പറ്റും. അതുപോലെ ഇവിടെ നിങ്ങൾ പറഞ്ഞില്ലേ തൊഴില്, മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു തൊഴില് കണ്ടമാനം വർദ്ധിപ്പിച്ചു എന്ന്. മിസ്റ്റർ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം ഓർക്കുക, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ UN മുൻപ് വന്നത് 1919 വന്ന ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഒരു 3 മാസം മുൻപ് വന്ന റിപ്പോർട്ട് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരായവരുടെ തൊഴിലില്ലായ്മ 82.08% ആണെന്ന്. തൊഴിൽ, അതായത് അഭ്യസ്ത വിദ്യർ എന്നതിന് അവർ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പ്രീ ഡിഗ്രി ആൻഡ് എബവ് വിദ്യാഭ്യാസം ഉള്ളവര്, അവരുടെ 82.0. അപ്പൊ ഇവിടെ ഇൻഡസ്ട്രിയൽ ഹബ്ബാക്കി 10 വർഷം കൊണ്ടെന്ന് നിങ്ങളൊക്കെ ക്ലെയിം ചെയ്യുമ്പോൾ എവിടെ പോയി ഈ തൊഴിലുകളൊക്കെ? എങ്ങനെയാണ് 82% പേരും തൊഴിലില്ലാത്തവരായിട്ട് ഇരിക്കേണ്ടി വരുന്നത്? അത് അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം, ഞാൻ ഇപ്രാവശ്യം ജെയിൻ യൂണിവേഴ്സിറ്റി, എറണാകുളത്താണ് ജെയിൻ യൂണിവേഴ്സിറ്റി പോയിരുന്നു. അതുപോലെ തന്നെ മറ്റു പല ഇന്റർ യൂണിവേഴ്സിറ്റി സെമിനാറുകളിലും സംസാരിക്കാൻ പോയപ്പോൾ കുട്ടികളുമായിട്ട് സംവദിച്ചു. നിങ്ങൾ PM ഇന്റേൺഷിപ്പ് 1 കോടി പേർക്ക് ഇന്റേൺഷിപ്പ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. 5 വർഷം കൊണ്ടാണേ നിങ്ങൾ അപ്ലൈ ചെയ്തോ? ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങളൊക്കെ അപ്ലൈ ചെയ്തു, പക്ഷെ നെഗറ്റീവ് റെസ്പോൺസ് ആർക്കും കിട്ടിയിട്ടില്ല. കേരളത്തിൽ നിന്ന് PM ഇന്റേൺഷിപ്പ് കിട്ടിയ ഒരു കുട്ടി പോലും ഇല്ല. എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് അതുപോലെ ഇനി വേറൊരു ഇമ്പാക്ട് പറയട്ടെ. ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി വളരെ പറഞ്ഞല്ലോ. അതന്നെയല്ല, അമേരിക്കയിൽ വെച്ചാണ് അദ്ദേഹം മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ആഹ്വാനം നടത്തുന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന ലേബലിൽ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മുഴുവനും റീറ്റെയിൽ ട്രേഡ് ആണ്. ചെങ്ങാതിമാരെ, റീറ്റെയിൽ ട്രേഡ്. നേരത്തെ UPA ഗവൺമെന്റിന്റെ കാലത്ത് ഹോൾസെയിൽ ട്രേഡ് മാത്രമാണ് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അനുവദിച്ചിരുന്നത്. BJP വന്നപ്പോ റീറ്റെയിൽ ട്രേഡും കൂടി ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ അവരുടെ ഉൽപ്പന്നങ്ങൾ പറഞ്ഞാൽ അവർ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് മറിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടുത്തെ മൈക്രോ MSME, അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഒക്കെ ചത്തൊടുങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇക്കഴിഞ്ഞ നീതി ആയോഗ് തന്നെ പറയുന്നുണ്ട് 3,60,000 MSMEs ചത്തുപോയി എന്ന്, അതായത് ഡെഡ് ആണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഡെഡായി? ഈ പറയപ്പെട്ട ആമസോൺ പോലെയുള്ളവർ ഇവിടെ മറ്റു രാജ്യങ്ങളിൽ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ അവരോട് കടപിടിക്കാൻ ഇവിടുത്തെ MSME സെക്ടറിന് പറ്റുന്നില്ല. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയില്ല. ശരി ഡോക്ടർ മേരി ജോർജ്, ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ പീതാംബരക്കുറുപ്പ്, മേക്ക് ഇൻ ഇന്ത്യയെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രധാന പരാതി എന്താണ്? അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഗോപാലകൃഷ്ണൻ എന്ന് വിളിക്കുന്നത് ചോദിച്ചു. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, താങ്കൾക്ക് മറുപടി പറയാം. അതാ ഞാൻ പറയാൻ കാരണം, ബഹുമാനപ്പെട്ട മേരി ജോർജിനോട് ഞാൻ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പറയാണ്,
ഇതൊരു ബജറ്റ് ചർച്ചയല്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യയുടെ 10 വർഷത്തെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ചർച്ച. അതിനകത്ത് ബജറ്റിൽ പൈസ കുറച്ചോ ബജറ്റിൽ പൈസ കൂട്ടിയോ എന്നുള്ള ചർച്ചയല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ശരിയാണ്, കാർഷിക മേഖലയിൽ അങ്ങ് പറഞ്ഞതനുസരിച്ച് കാർഷിക മേഖലയിൽ ബജറ്റിൽ അല്ലെങ്കിൽ കൊമേഴ്സിന്റെ മറ്റേ ഇൻഡസ്ട്രിയുടെ മേഖലയിലൊക്കെ പൈസ വെട്ടി കുറച്ചു എന്നാണ് പറയുന്നത്. ശരി, പക്ഷെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയിൽ ഉൽപാദനം നടന്നത് ആരുടെ കാലത്താണ്? ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ 350 350 ആയി 330 എന്നാണ് മേഡം പറഞ്ഞത്. 350 ടൺ ആയിക്കൊണ്ട് അതിന്റെ ഏറ്റവും കൂടുതൽ ഉൽപാദനം കാർഷിക മേഖലയിൽ ഇന്ന് ഇന്ത്യൻ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കർഷകർ ചത്തൊടുങ്ങിയിട്ടാണോ? ഇന്ത്യൻ കർഷകരിൽ കാർഷിക വൃത്തി നടക്കാത്തത് കൊണ്ടാണോ? കിസാൻ പദ്ധതി പ്രകാരം കാർഷിക മേഖലയെ സംരക്ഷിക്കപ്പെട്ടത് നരേന്ദ്രമോദി സർക്കാരിന്റെയും വാജ്പേയിയുടെ സർക്കാരിന്റെ കാലത്തായിരുന്നു. ആദ്യമായിട്ട് കാർഷിക മേഖലയ്ക്ക് ഒരു കമ്മീഷൻ കൊണ്ടുവന്നത് ഈ രാജ്നാഥ് സിംഗ് കാർഷിക മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. മേഡത്തിന് അത് നിഷേധിക്കാൻ പറ്റുമോ? അത് നമ്മുടെ അന്തരിച്ച നമ്മുടെ സ്വാമിനാഥൻ സാറിന്റെ ബ്ലോഗിൽ ഇപ്പോഴും കിടപ്പുണ്ട്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത സ്വാമിനാഥൻ സാറിന്റെ ബ്ലോഗ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. രാജ്നാഥ് സിംഗ് കാർഷിക മന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാർഷിക മേഖലയ്ക്ക് ഒരു കമ്മീഷൻ വന്നത്. ആ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയ്ക്ക് കമ്മീഷനുമായി ഞാനും തീർത്തോട്ടെ പ്ലീസ്. ആ കാർഷിക മേഖലയിൽ സ്വാമിനാഥൻ സാറ് പറഞ്ഞ, ഇപ്പൊ അങ്ങ് ചോദിച്ചല്ലോ എന്നോട്, നരേന്ദ്രമോദിയോട് ആര് പറഞ്ഞു സബ്സിഡി നിർത്താൻ ആര് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ? കാർഷിക മേഖലയിലെ കമ്മീഷൻ, ആ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സ്വാമിനാഥൻ സാറിന്റെ റിപ്പോർട്ട് വായിക്കേ. ആ സ്വാമിനാഥൻ സാറിന്റെ റിപ്പോർട്ടില് കടം എഴുതി തള്ളണമെന്നും സബ്സിഡി കൊടുത്ത് മേഡം നിങ്ങൾ സംസാരിച്ചപ്പോ ഞാനൊന്ന് കൈ ഉയർത്തിയപ്പോ ബഹളം വെച്ച ആളല്ലേ? മേഡം ഒന്ന് ഒതുങ്ങിയിരിക്കും. ഞാനൊന്ന് പറഞ്ഞു തീർത്ത് എന്നോട് മറുപടി പറയാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ മറുപടി പറയുന്നു. ഞാൻ കൈ ഉയർത്തിയപ്പോ കൈ താഴ്ത്താൻ പറഞ്ഞല്ലേ? കൈ താഴ്ത്തേണ്ട കാര്യമില്ല. അഭിമാനപൂർവ്വം മേക്ക് ഇൻ ഇന്ത്യയുടെ വിഷയത്തിൽ അഭിമാനപൂർവ്വം കൈ ഉയർത്തി നിന്ന് പ്രവർത്തിക്കാൻ, കൈ ഉയർത്തി നിന്ന് പറയാൻ കഴിയാവുന്ന ഒരു അച്ചീവ്മെന്റ് ആണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ എല്ലാം ചത്തൊടുങ്ങി, സ്റ്റാർട്ടപ്പ് ഒക്കെ ചത്തൊടങ്ങി. ഇത് മിസസ് മേരി ജോർജ് തന്നെയാണോ സംസാരിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ സാമ്പത്തിക ചർച്ചയിൽ ഞാനും നിങ്ങൾ പങ്കെടുത്ത സമയത്ത് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 3rd ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ഗ്ലോബലി 3rd ലാർജസ്റ്റ് മറ്റേ സ്റ്റാർട്ടപ്പിന്റെ കേന്ദ്രമാണ് ഇന്ത്യ. ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല. ഇത് ശ്രീമതി മേരി ജോർജ് ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോ ഞാൻ അന്ന് എഴുതി വെച്ച് ഞാൻ പഠിച്ചതാണ്. ഞാനൊരു എക്കണോമിസ്റ്റ് അല്ല, പക്ഷെ ഞാൻ നിങ്ങളെ പോലെയുള്ള ആളുകൾ പറയുന്നത് കേട്ട് പഠിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാറ്. ഞാനൊരു ഹിസ്റ്ററി സ്റ്റുഡന്റ് ആണ്. ഞാനൊരു ചരിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷെ എക്കണോമിസ്റ്റുകൾ പറയുന്നത് കേട്ട് എക്കണോമിക്സ് പഠിച്ചിട്ട് പറയുന്നതാണ്. നിങ്ങൾ പറഞ്ഞതാണ്. അത് ഇന്നും പറയുന്നുണ്ടല്ലേ? ഇന്ന് അങ്ങേക്ക് നിഷേധിക്കാൻ പറ്റുമോ? വേൾഡില് 3ാമത്തെ ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് അത് ഇന്ത്യയുടേതാണ്. ഇന്ത്യയാണ്. ഏതാണ്ട് 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു. ആദിവാസി മേഖലയില്, സ്ത്രീകളുടെ മേഖലയില്. അപ്പോ എന്തിനു പറയുന്നു? ഇപ്പോഴാണ് അമൂൽ ഏത് കാലഘട്ടത്തിലുണ്ടായത്? അമൂൽ ഉണ്ടായത് കോൺഗ്രസ്സുകാരുടെ കാലഘട്ടത്തിലാ. പക്ഷെ US ഇന്ന് അമൂൽ ഇറങ്ങിയിരിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാ? ഇന്ന് അമൂല് മാനുഫാക്ചറിംഗ് അടക്കം US അപ്പൊ നമ്മളിങ്ങനെ എനിക്ക് വിരോധമില്ല, രാഷ്ട്രീയം പറയുന്നവരോടൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാഷ്ട്രത്തിൽ 60 വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോ കോൺഗ്രസ് ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുന്ന ആളല്ല ഞാൻ. കാരണം ഞാൻ അങ്ങനെ അന്ധമായ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കില്ല. കോൺഗ്രസിന്റെ 2014 വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ 2014 നിന്ന് 2024 അല്ലെങ്കിൽ 25 വരുമ്പോൾ ഒരു പ്രത്യേക പദ്ധതി കൊണ്ടുവന്നു. അതാണ് മേക്ക് ഇൻ ഇന്ത്യ. ആ മേക്ക് ഇൻ ഇന്ത്യയുമായിട്ട് നാം ഗ്ലോബൽ ഹബ് ആവാൻ, മാനുഫാക്ചറിംഗ് ഗ്ലോബൽ ഹബ് ആവാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുമ്പോൾ ആ ശ്രമത്തിൽ നമ്മൾ ഒരു 25% വിജയിച്ചിട്ടുണ്ടെങ്കിൽ, 50% വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ മേരി ജോർജ് മേഡത്തെ പോലുള്ള ആളുകൾ തയ്യാറാവണം. പീതാംബരക്കുറുപ്പ് സാറിനോട് ഞാൻ പറയില്ല, കാരണം അദ്ദേഹം പൊളിറ്റീഷ്യനാണ്. ശ്രീമതി മേരി ജോർജിന്റെ മനസ്സിൽ രാഷ്ട്രീയമുണ്ടെങ്കിലും ഒരു എക്കണോമിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ സത്യസന്ധമായി അവതരിപ്പിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അച്ചീവ്മെന്റ് മുഴുവനായിട്ടില്ല.
പക്ഷെ നെഗറ്റീവാണ് ഗ്രോത്ത് എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായി പറയാൻ പറ്റുമോ? ഒരിക്കലുമല്ല. മേക്ക് ഇൻ ഇന്ത്യയുടെ വിഷയമാണ് ചർച്ച. ചർച്ചയിൽ നിന്ന് വഴിമാറി ബജറ്റ് പറയരുത്. ബജറ്റ് വരുമ്പോൾ നമുക്ക് ബജറ്റ് പറയാം. മേരി ജോർജിനോട് ഞാൻ ബജറ്റിൽ സംസാരിക്കാം. വെട്ടിക്കുറച്ചിട്ടുണ്ടാവും, അത് വേറെ വിഷയം. അത് നമുക്ക് അപ്പം സംസാരിക്കാം. മേക്ക് ഇൻ ഇന്ത്യയുടെ വിഷയത്തിൽ മേരി ജോർജിനോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, മേക്ക് ഇൻ ഇന്ത്യയുടെ വിഷയത്തിൽ ഈ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ സർക്കാർ, നമ്മുടെ സർക്കാർ, മേരി ജോർജിന്റെ സർക്കാർ, എന്റെ സർക്കാർ, നരേന്ദ്രമോദി ഭരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടോ ഇല്ലയോ? അതിന് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഒരു എക്കണോമിസ്റ്റ് എന്ന നിലയിൽ പറയൂ, രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട്. ശരി, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഡോക്ടർ മേരി ജോർജിന് മറുപടി പറയാനുള്ള അവസരം. അതായത് ഇപ്പൊ ഈ സ്റ്റാർട്ടപ്പിന്റെ കാര്യം മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത്, അത് നമ്മൾ ആ ചർച്ച നടത്തുന്ന സമയത്ത് സ്റ്റാർട്ടപ്പിനെ പറ്റിയുള്ള വലിയ ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് മാത്രവുമല്ല, നമുക്ക് ആദ്യം 2014 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ കോഴിക്കോട്ട് വെച്ച് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. കേരളത്തിലെ പോലെ കുടുംബശ്രീ സംരംഭങ്ങൾ എന്ന് വെച്ചാൽ കുടുംബശ്രീ സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിൽ മൊത്തം കൊണ്ടുവരണം എന്ന് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ നോക്കിയാല് UP-യില്, ഗുജറാത്തില്, അങ്ങനെ ഇതര സംസ്ഥാനങ്ങളില് കുടുംബശ്രീയുടെ ആ കുടുംബശ്രീ ടൈപ്പ് വനിതാ സ്റ്റാർട്ടപ്പുകൾ ധാരാളമായിട്ട് വളരുന്നുണ്ട്. കാരണം വനിതാ സ്റ്റാർട്ടപ്പുകൾ എന്തുകൊണ്ടാണ് എല്ലായിടത്തും വേണമെന്ന് നരേന്ദ്രമോദി ആഗ്രഹിച്ചത്? അതുകൊണ്ട് സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുന്നതോടെ കുടുംബങ്ങൾ ശാക്തീകരിക്കപ്പെടും, പട്ടിണി കുറയും. അത് അദ്ദേഹത്തിന്റെ ശരിയായ കേരളത്തിൽ നിന്നാണ് അത് അദ്ദേഹം കണ്ടുപഠിച്ചത്. അത് അദ്ദേഹം ഓൾ ഇന്ത്യ തലത്തിൽ നടപ്പാക്കി. അത് ഞാൻ എപ്പോഴും വലിയ ഒരു സ്മരണയായിട്ട് തന്നെ കൊണ്ടു നടക്കും. കാരണം ഞാൻ കുടുംബശ്രീയെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതും ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഞാൻ ആ പഠനം നടത്തുന്നത്. അത് ആ കാര്യത്തിൽ, സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തില്. അപ്പൊ കേരളത്തിൽ അന്ന് സ്റ്റാർട്ടപ്പുകളെ വളർത്തിയതിന്റെ പേരിലാണ് ആ വർഷം, അതായത് UDF-ന്റെ ഭരണകാലത്ത് 2012 മുതൽ 2016 വരെയുള്ള കാലത്ത് നമ്മുടെ മന്ത്രി കുഞ്ഞാലിക്കുട്ടിക്ക്, അന്ന് അദ്ദേഹമായിരുന്നു ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ, അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്തു. അരുണ സുന്ദരരാജൻ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നു. അവരുടെ ഒക്കെ ആ കാലഘട്ടത്തിലാണ് ഇവിടെ സ്റ്റാർട്ടപ്പ് അത്ര ശക്തമായിട്ട് വളർന്നത്. അങ്ങനെ ആ സ്റ്റാർട്ടപ്പിനെയാണ് ഇപ്പൊ LDF വളരെ കാര്യമായിട്ട്, LDF ഓഫ് കോഴ്സ് മേക്ക് ഇൻ ഇന്ത്യയിലേക്ക് മടങ്ങി വരൂ. ഓക്കെ, അല്ല, അപ്പൊ ഞാൻ പറയാണ്, അത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ പറയപ്പെട്ട സ്റ്റാർട്ടപ്പ് കൾച്ചർ എന്ന് പറയുന്നത്. കാരണം സ്ത്രീകൾ ശാക്തീകരിക്കപ്പെട്ടാൽ ഇന്ത്യ ശാക്തീകരിക്കപ്പെടും. അതാണ് അവിടുത്തെ അത് പട്ടിണി അകലും. ഇപ്പൊ ഞാൻ ഈ ബജറ്റ് അല്ലല്ലോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്തുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിക്ക് 86,000 കോടിയുടെ സ്ഥാനത്ത് ഇരട്ടി കൊടുത്തില്ലെന്ന് ഞാൻ ചോദിച്ചേനെ. ഡോക്ടർ മേരി ജോർജ്, താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അപ്പോൾ ഒരു വിജയമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നില്ലേ? ഇല്ല, ഒരു കാര്യത്തില് ഇതുപോലെ ചില കാര്യങ്ങളിലൊക്കെ വിജയമാണ്. ഒരു തരത്തിലും വിജയമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഡിഫൻസിൽ നമ്മള് ആകാൻ പോകുന്നത്, നമ്മള് ഇൻഡിപെൻഡന്റ് ആകാൻ പോകുന്നു ഡിഫൻസിന്റെ പ്രൊഡക്ഷനില്. അത് നല്ലതാണ് ഒരു കാരണവശാല്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസിന്റെ കാര്യത്തില് ഇവിടെ ഒന്നും വിജയം ഉണ്ടായിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ നെഗറ്റീവ്സ് പോയിന്റ് ഔട്ട് ചെയ്ത മിസ്റ്റർ ഗോപാലകൃഷ്ണൻ, അതുപോലെ മറ്റേ കൊച്ചിന്റെ പേര് ഞാൻ മറന്നുപോയി, രണ്ടുപേരും വിനീത ഹരിഹരനും പോസിറ്റീവ്സ് മാത്രം പറഞ്ഞപ്പോ അതിന്റെ നെഗറ്റീവ്സും കൂടി പറഞ്ഞതായി. ഡോക്ടർ മേരി ജോർജ്, താങ്കളുടെ അഭിപ്രായത്തിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ് എന്ന് പറഞ്ഞാല് അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന പേരില്, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന് ഒരു ഡെഫിനിഷൻ നേരത്തെ ഉണ്ടായിരുന്നു. ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള അതായത് മെഷീനറി, ടെക്നോളജി എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നേരത്തെ നമ്മൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഈ 2014 ശേഷം അത് പൊളിച്ചെഴുതിയത് എങ്ങനെയാണ്? അതായത് മാത്രവുമല്ല, അതിനു മുൻപ് 2 വർഷം എങ്കിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇതായിരിക്കണം, ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം എന്ന് കൂടി ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ കണ്ടീഷൻ രണ്ടും എടുത്തു മാറ്റി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല് അത് വരികയും അതുപോലെ പോവുകയും ചെയ്യാം. എന്ന് വെച്ചാൽ റീറ്റെയിൽ ട്രേഡ് ആ രംഗത്തേക്ക് വരാൻ പറ്റുന്നു എന്ന ഒരു കളം ഒരുക്കി എന്നുള്ളതാണ് അതിന്റെ അത് മിസ്റ്റർ ഗോപാലകൃഷ്ണനൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേന്ദ്രത്തില് അതിനെതിരായിട്ട്, അതായത് നിങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കണം.
ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് റീറ്റെയിൽ ട്രേഡിൽ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്? കൊടുത്തതിന്റെ ആഫ്റ്റർ ഇഫക്ട് എന്ത്? കൊടുത്തതിന്റെ ആഫ്റ്റർ ഇഫക്ട് ആണ് ഇവിടുത്തെ MSME സെക്ടർ കത്ത് കിടക്കുന്നത്. അപ്പൊ ഈ MSME സെക്ടറിന്റെ പ്രസക്തിയും കൂടി ഓർക്കണം. ഇന്ത്യയിലെ 96% തൊഴിൽ സൃഷ്ടിക്കുന്നത് MSME സെക്ടറാണ്. ആ MSME സെക്ടറിന്റെ അടി പതറിയാൽ ഇന്ത്യയുടെ അടി പതറും. ഈ കാര്യം നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ കൃത്യമായിട്ട് ഉത്തരവാദിത്തമാണ്. ശരി ഡോക്ടർ മേരി ജോർജ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീമതി വിനീത ഹരിഹരൻ, ആഗോള സാമ്പത്തികമായ അടിയൊഴുക്കുകൾ, ഈ താരിഫ് യുദ്ധം പോലുള്ള വിഷയങ്ങൾ, ഇതെല്ലാം മേക്ക് ഇൻ ഇന്ത്യ എന്ന സംരംഭത്തെ എങ്ങനെ ബാധിച്ചു? ഓക്കെ, ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യ പോലെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ 5 കൊല്ലം മുമ്പ് തന്നെ എടുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇപ്പൊ ഓൾറെഡി ഒരു ആന്റിസിപ്പേറ്റ് ചെയ്തു. ഗ്ലോബലി ഇപ്പൊ എല്ലാ കൺട്രീസും ഇൻവേർഡ് ലുക്കിംഗ് കൺട്രീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴാണ് അമേരിക്ക നടത്തുന്നത്. പക്ഷെ നമ്മൾ 5 കൊല്ലം മുമ്പ് തന്നെ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ട്രംപ് വന്ന് മാഗാ സ്കീം എന്ന് പറഞ്ഞ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊണ്ടുവരുന്നത്. നമ്മൾ 5 കൊല്ലം മുമ്പേയും അതിന്റെ മുമ്പ് തന്നെ 10 കൊല്ലം മുമ്പ് തന്നെ റിയലൈസ് ചെയ്ത കാര്യമാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ഷൻ ഹാസ് ടു ഇൻക്രീസ് ഇൻ ഇന്ത്യ. ഇമ്പോർട്ട് ഡിപെൻഡൻസ് കുറച്ചിട്ട് മൂവിംഗ് ടുവേർഡ്സ് എക്സ്പോർട്സ് ആൻഡ് ഇൻക്രീസിംഗ് ദ പ്രൊഡക്ഷൻ കേപ്പബിലിറ്റീസ് ഓഫ് ഇന്ത്യ. അത് ഇൻഹെറന്റ് ഇൻഡിജിനസ് ആത്മനിർഭർ ഭാരത് വികസിത് ഭാരത് എന്നൊക്കെ പറയുന്നത് അത് വെറും ഒരു ക്യാമ്പയിനിന്റെ സ്ലോഗൻസ് മാത്രമല്ല, അത് ഇറ്റ് ഈസ് അബൌട്ട് ഇൻക്രീസിംഗ് ദ പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ് ഇൻഡിജിനസ്ലി ഇൻ ഇന്ത്യ. ഇപ്പം നമ്മുടെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ ഗോപാലകൃഷ്ണൻ ജി പറഞ്ഞ പോലെ തന്നെ ഇൻഡിജിനസ് മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റീസ് ഡിഫൻസിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പല മേഖലയിലും ഡിഫൻസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു 25 കോമ്പണൻസ് ആണ് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉള്ളത്. അതിൽ ഇപ്പൊ ജസ്റ്റ് ഫോർ ദ നോളജ് ഓഫ് ദ ഓഡിയൻസ് വി ഹാവ് ടു നോ വാട്ട് ആർ ദീസ് 25 components of Make in India. Automobiles and defense and auto components, aviation, biotechnology, construction, chemicals, electrical manufacturing, electronic system, food processing, leather, media and entertainment, mining, oil and gas, pharmaceuticals, ports and shipping, railways, renewable energy, roads, textiles, thermal, tourism, wellness, IT. ഇങ്ങനത്തെ മേഖലയാണ് മേക്ക് ഇൻ ഇന്ത്യയിൽ ഉള്ളത് 25 സെക്ടേഴ്സിൽ. അതിൽ നമ്മൾ ക്ലിയർലി ഈ എല്ലാ മേഖലയിലും നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മേഖലയിലൊക്കെ നമ്മൾ പ്രോഗ്രസ് ആയി ഉണ്ടായിട്ടുള്ളൂ ഇന്ത്യയിൽ. പിന്നെ ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യം മേരി ജോർജ് പറഞ്ഞു. ഇപ്പം ഫെർട്ടിലൈസർ സബ്സിഡിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അത് കോവിഡ് കാലത്ത് ഒരുപാട് ഗ്ലോബൽ ഫെർട്ടിലൈസർ പ്രൈസസ് കൂടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഫെർട്ടിലൈസർ സബ്സിഡി ഓൾമോസ്റ്റ് 3 to 4 times ആക്കി. പോസ്റ്റ് കോവിഡ് 83,000 crore 2.25 lakh കോടിയോളം ആക്കി മാറ്റിയിട്ടുണ്ട് ഫെർട്ടിലൈസർ സബ്സിഡി. അതിന്റെ ഒരു ഗ്ലോബൽ പ്രൈസസ് ഇപ്പൊ സോഫൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഫെർട്ടിലൈസർ സബ്സിഡി ട്രിം ചെയ്തിട്ട് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സബ്സിഡീസ് വേണ്ട ഒരു രീതിയിലാണ് സബ്സിഡീസ് നമ്മൾ ചാനലൈസ് ചെയ്യുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഫെർട്ടിലൈസർ സബ്സിഡീസ് ഇപ്പൊ ന്യൂട്രലൈസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഇമ്പാക്ട് കൂടെ ഇപ്പൊ ഇൻഡിജിനസ് മാനുഫാക്ചറിംഗ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡീസെൻട്രലൈസ്ഡ് രീതിയിൽ മാനുഫാക്ചറിംഗ് ഓഫ് ഫെർട്ടിലൈസേഴ്സിന്റെ കപ്പാസിറ്റിയും ഇന്ത്യയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സബ്സിഡീസ് നമുക്ക് ഒരു ട്രിം ഡൗൺ ചെയ്യേണ്ട ഒരു കോണ്ടെക്സ്റ്റ് വന്നിരിക്കുന്നത് ഫെർട്ടിലൈസർ സബ്സിഡീസിന്റെ. അതിന്റെ അർത്ഥം നമ്മൾ ഫെർട്ടിലൈസർ സബ്സിഡി മുഴുവൻ മാറ്റിക്കളയാം അതൊന്നുമല്ല. ഫെർട്ടിലൈസർ സബ്സിഡിയുടെ പേരിൽ കുറെ യൂറിയ സെയിൽസ് ഇൻക്രീസ് ചെയ്ത്, യൂറിയ സെയിൽസ് ഒരുപാട് എക്സസീവ് യൂറിയ യൂട്ടിലൈസ് ചെയ്താലും സോയിലിനകത്ത് സോയിൽ ന്യൂട്രിയന്റിന്റെ ബേസ് കുറയ്ക്കും. അതാണ് ഫെർട്ടിലൈസർ സബ്സിഡി കാര്യം പറയുകയാണെങ്കിൽ. MSMEയുടെ കാര്യം പറയുകയാണെങ്കിൽ വേറെ ഒരു ഗവൺമെന്റും ഇത്രത്തോളം MSMEസിന് ഒരു ട്രസ്റ്റ് കൊടുത്ത ഒരു ഗവൺമെന്റ് ഇല്ല ഇന്ത്യയിൽ. കഴിഞ്ഞ ഒരു കുറെ കാലങ്ങളായിട്ട് MSMEs ചത്ത് കിടക്കുന്ന MSME സെക്ടർ ആയിരുന്നു. കഴിഞ്ഞ 10 കൊല്ലത്തിലാണ് MSME മിനിസ്ട്രി തന്നെ ഒരു ഡൈനാമിസം വന്നിരിക്കുന്നത്. ഇത്രയും എല്ലാ ബഡ്ജറ്റിലും MSMEസിന് ഒരു ഫോക്കസ് കൊടുക്കുന്ന ബഡ്ജറ്റ് ആയിരുന്നു ഇത്രയും കാലങ്ങൾ നമ്മൾ ഉണ്ടായിരിക്കുന്നത് മോദി ഗവൺമെന്റില്. അപ്പൊ MSMEs നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് ഇസ് എ ടോട്ടൽ ഇൻജസ്റ്റിസ് ടു മോദി ഗവൺമെന്റ്സ് പോളിസീസ്. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി കൊണ്ട് കേരളത്തിനുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് താങ്കൾ കരുതുന്നത്? കേരളത്തിന് നേട്ടമൊന്നും വേണ്ടെന്നല്ലേ പറയുന്നത്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കേരളം BJP അല്ലല്ലോ ഭരിക്കുന്നത്. ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ധാരാളം അവസരങ്ങളുണ്ട്. മറ്റ് രാജ്യങ്ങൾ, മറ്റ് സംസ്ഥാനങ്ങൾ
മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നേറുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കേരള ജനതയെ കാണാൻ കഴിയണം. ഞാനിപ്പം മാഡം മേരി ജോർജിനെ അഭിനന്ദിക്കുകയാണ്. കാരണം അവര് സത്യസന്ധമായിട്ട് അതിന്റെ വസ്തുനിഷ്ഠമായിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യയെ കുറിച്ചിട്ട് വസ്തുനിഷ്ഠമായി അതിന്റെ പോസിറ്റീവ് വശങ്ങൾ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും സൂചിപ്പിക്കണം. നെഗറ്റീവ് വശങ്ങളുണ്ട് ഇതിന്. കാരണം നെഗറ്റീവ് എന്ന് പറയുന്നത് അച്ചീവ്മെന്റിൽ പൂർണ്ണമായും എത്തി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം $5 ട്രില്യൺ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. വേറൊന്ന് കാര്യം, നമുക്ക് ഇപ്പോഴും ഈ R&D എന്ന് പറയുന്നത് ലോകത്തിൽ, എനിക്ക് തോന്നുന്നു റൈറ്റ് ഓർ നോട്ട്, അത് മേരി ജോർജിനെ പറയാൻ കഴിയുള്ളൂ, ഓൾ ഇന്ത്യ വേൾഡ് അടിസ്ഥാനത്തിൽ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മിനിമം 1.8 ആണെന്ന് തോന്നുന്നു അതിന്റെ പെർസെന്റേജ്. പക്ഷെ നമ്മളിപ്പോഴും 0.7% ആണ് നമ്മുടെ ടോട്ടൽ ഇതില്. എന്ന് വെച്ചാൽ അത് കാണുന്നത് നമ്മുടെ R&D ഡെവലപ്മെന്റ് വന്നിട്ടില്ല. അപ്പൊ R&D ഡെവലപ്മെന്റ് എത്ര ഉയരത്തിൽ വരുന്നുണ്ടോ അപ്പൊ മാത്രമാണ് ഈ ആത്മനിർഭർ ഭാരതും അതുപോലെ ഈ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യക്ക് കൂടുതൽ സ്കോപ്പ് കൂടാനുള്ള കാര്യം. അത് നമുക്കിപ്പോഴും കുറച്ചുകൂടെ മുന്നോട്ട് വരാനുണ്ട്. അതേപോലെ GDP-യുടെ കോൺട്രിബ്യൂഷനിൽ നമുക്കിപ്പോ 17% ആയിട്ടുള്ളൂ. അത് 25% ആയിരുന്നു. അതിനകത്ത് അതുപോലെ സപ്ലൈ ചെയിൻ, വേറൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഈ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട്. അതും മേരി ജോർജ് സൂചിപ്പിച്ചു. സ്കിൽ ഡെവലപ്മെന്റ് ഒരു 68% ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് നീഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്നാണ്. അത് പൂർണ്ണമായും കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രയത്നത്തിൽ വലിയ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, വലിയ തോതിലുള്ള അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ അച്ചീവ്മെന്റ് ഇത്ര പോരാ, കുറച്ചുകൂടെ നമുക്ക് മുന്നോട്ട് പോകണം. അത് ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തിന്, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ, വ്യവസായികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കമ്പോളമായിട്ടുള്ള എല്ലാ അർത്ഥതലങ്ങളിലും നമുക്ക് പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാവുന്ന ലോകത്തിലെ ഒരു മഹത്തായ രാഷ്ട്രമായിട്ടുള്ള ഭാരതത്തിന് കുറച്ചുകൂടെ, അതായത് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടാണ്. നമ്മളിപ്പോഴും ചൈനയ്ക്കും US-നും ഒക്കെ പിന്നിലാണ്. അപ്പൊ നമ്മള് ഒരു 3ാമത്തെ സാമ്പത്തിക ശക്തിയായി വരണമെന്നുള്ളതായിരുന്നു മേക്ക് ഇൻ ഇന്ത്യയുടെ കൺസെപ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അവിടേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അങ്ങനെയാണെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു ഭാവി എന്തായിരിക്കും ഭാവി പദ്ധതികൾ താങ്കൾ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദി ഒരിക്കൽ കൂടെ അധികാരത്തിൽ വരണമേ എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ നരേന്ദ്രമോദിയുടെ പിൻതലമുറക്കാർ അല്ലെങ്കിൽ അടുത്ത തലമുറക്കാരും തീർച്ചയായിട്ടും ഇന്ത്യയുടെ വികസനമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട BJP-യുടെ പ്രസിഡന്റ്, ഞാൻ പൊളിറ്റിക്സ് അല്ല കേട്ടോ സംസാരിക്കുന്നത്. ഐ ഡോണ്ട് ലൈക്ക് ടു ടോക്ക് പൊളിറ്റിക്കലി ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡിസ്കഷൻ. കാരണം നമ്മൾ കേവലം രാഷ്ട്രീയം മാത്രം സംസാരിച്ചു പോകുന്ന അർത്ഥമില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരുപക്ഷെ മാഡം മേരി ജോർജും ഒരുപക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യും. അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് മച്ച് അബൌട്ട് പൊളിറ്റിക്സ്, ബട്ട് ഐ വാണ്ട് ടു നീഡ് എ ഡെവലപ്മെന്റ് ഇൻ കേരള. ഒരു പുതിയ കേരളം ഉണ്ടാവണം, ഒരു പുതിയ കേരളത്തിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവണം. എത്ര കാലം നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് ഓടും, എത്ര കാലം നമ്മുടെ കുട്ടികൾ ലോകത്തേക്ക് പോകും? ഇന്ന് ഞങ്ങളൊക്കെ വീടുകളിൽ കയറും, രാഷ്ട്രീയമായിട്ട് ഓരോ കാര്യം പറഞ്ഞ ഞാൻ വളരെ വിഷമത്തോട് മേരി ജോർജിനെ പോലുള്ള ആളുകളോട് പറയാണ്, വീടുകളിൽ ഇന്ന് വാർദ്ധക്യത്തിലുള്ള ആളുകൾ മാത്രമാണ് കേരളത്തിലുള്ളത്. ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്നത് ദുഃഖപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ ബ്രെയിൻ ഡ്രെയിൻ നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ ഈ മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പദ്ധതി പ്രകാരം കേരളത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം. ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലെ ഡെവലപ്മെന്റിന്റെ മാനുഫാക്ചറിംഗിന്റെ സ്ഥിതി എന്താണ്? ഇവിടെ നിന്ന് നമ്മുടെ ഇവരൊക്കെ ഓടിപ്പോയില്ലേ, മൂവാറ്റുപുഴയിലെ ആൾക്കാരടക്കം. ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഏറ്റവും അവസാനത്തെ ഒരു ഫാക്ടറി അതും അടച്ചുകൂട്ടി. ഇന്നത്തെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്താ? ഇന്നത്തെ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് മേരി ജോർജ് വായിച്ചിട്ടുണ്ടാവും മാഡം. 35 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇന്ന് നഷ്ടത്തിൽ. ആർക്കാണ് താല്പര്യം? അടിച്ചു മാറ്റാനുള്ള താല്പര്യം. പക്ഷേ മേക്ക് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ എന്തിനാന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന, നമ്മള് കളിയാക്കുന്നു, തമിഴൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. പക്ഷെ ആ തമിഴ്നാട്ടിലാണ് ഇപ്പൊ റീസെന്റ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു, ഒരുപക്ഷെ മേരി ജോർജ് അത് വായിച്ചിട്ടുണ്ടാവുന്ന എന്ന് വിചാരിക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണ്, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിലാണ് വായിച്ചത്. കേരളത്തിലെ NRI-ക്കാര് 10 NRI-ക്കാര് കൂടിയിട്ട് ഒരു മാനുഫാക്ചറിങ് സംരംഭം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ തമിഴ്നാട്ടിലെ സംരംഭം ഉണ്ടാക്കിയത് എന്തുകൊണ്ട് എന്നവരോട് ചോദിച്ചപ്പോ
ഈസി ഡൂയിങ് ബിസിനസ് ഇല്ല കേരളത്തിൽ. ഈസി ഡൂയിങ് ബിസിനസ് ആണ്. അപ്പൊ അതിന്റെ റാങ്കിങ്ങിനെ കുറിച്ചൊക്കെ ഇവിടെ ചർച്ച വന്നല്ലോ. ഈസി ഡൂയിങ് ബിസിനസ് ഈ മറ്റേ നമ്മുടെ ഈ കൺസെപ്റ്റില്, ഏത് കൺസെപ്റ്റില്, നമ്മുടെ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ കൺസെപ്റ്റിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ നോക്കുകൂലിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ നോക്കുകൂലി ഞങ്ങളിപ്പോ തൽക്കാലം നിർത്തിവെച്ചു, അതിനെ നിയമം പാസ്സാക്കി എന്ന് പറയുമ്പോൾ അതുണ്ടെന്നായിട്ടല്ലോ. അത് കഴിഞ്ഞ് അത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസമാണ് നോക്കുകൂലിയെ കുറിച്ചിട്ട് പ്രശ്നം ഉണ്ടായെന്ന് പത്രത്തിൽ വന്നത്. അപ്പൊ കേരളത്തിൽ ഇതിന്റെ ഒരു അന്തരീക്ഷമില്ലാത്ത അവസ്ഥ. പക്ഷെ തമിഴ്നാട് മുന്നേറുന്നു, കർണാടക മുന്നേറുന്നു. കേരളത്തിന്റെ പേര് തന്നെ കേരത്തിൽ നിന്നാ. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദിപ്പിക്കുന്ന ഒരു ജില്ലയും സംസ്ഥാനവും ഒക്കെ, സംസ്ഥാനം ഇവിടെ തന്നെ ആയിരിക്കാം, ജില്ലയായിട്ട് കോയമ്പത്തൂരൊക്കെ മാറിയില്ലേ? കർണാടക റബ്ബറിന്റെ ഉത്പാദനം കയറിയില്ലേ? ഇതിലേക്ക് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒറ്റ പോയിന്റ് അവസാനിപ്പിക്കാം. മാനുഫാക്ചറിംഗ് മേഖലയിൽ ഇന്ത്യ കുതിക്കുകയാണ്. ആ കുതിപ്പ് തുടരും. നമ്മൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറും. പക്ഷെ കേരളം വല്ലാത്ത ദുരിതാവസ്ഥയിലാണ്. അതൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാവണം. പരമ്പരാഗതമായ രാഷ്ട്രീയത്തിനപ്പുറം വികസനത്തിന്റെ ഒരു രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കണം. ശരി, അത്ര എനിക്ക് ഇതിനകത്ത് പറയാം. വ്യക്തമാണ്. ഡോക്ടർ മേരി ജോർജ്, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? കേരളം മാത്രം പിൻപോട്ട് പോവുകയും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. എനിക്ക് മിസ്റ്റർ ഗോപാലകൃഷ്ണനോട് ആ കാര്യത്തില് യോജിപ്പാണുള്ളത്. അത് പക്ഷെ എനിക്ക് വിനീത ഹരിഹരൻ പറഞ്ഞ ഒരു കാര്യത്തിനുണ്ട് കേട്ടോ. വിനീത പറഞ്ഞല്ലോ MSME സെക്ടർ ഒരുപാട് ഉണർവ് നൽകാനായിട്ട് BJP ഗവൺമെന്റിന് മെയ്ക്ക് ഇൻ ഇന്ത്യ പീരീഡിൽ കഴിഞ്ഞു എന്ന്. അത് ശരിയാണ്. പക്ഷെ വിനീത ഒരു കാര്യം ഓർക്കണം, 2016 ഡിമോണിറ്റൈസേഷൻ അന്നാണ് ഇന്ത്യയിലെ MSME സെക്ടർ ആകെപ്പാടെ താഴെ വീണത്. അതായത് ശരിക്ക് പറഞ്ഞാൽ ഡെഡ് സ്റ്റേജിലേക്ക് പോവുകയായിരുന്നു. അപ്പൊ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മിക്കാമല്ലോ, കറൻസി ഇല്ലാത്ത ഒരു ലോകത്ത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് നിലകൊള്ളാൻ പറ്റില്ല. അങ്ങനെ വീണു പോയ ആ MSME സെക്ടറിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി തുടർന്ന് വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് COVID-19 വരുന്നത്. അപ്പൊ വീണ്ടും അത് ഉണർന്നത്, വീണ്ടും താഴെ വീണു. വീണ്ടും അത് കഴിഞ്ഞ് MSME സെക്ടർ പതുക്കെ പിടിച്ച് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ഇപ്പൊ. അതാണ് ഇവിടുത്തെ MSME സെക്ടറിന്റെ പ്രസക്തി. ഇനി മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനോട് പ്രതികരിക്കുകയാണെങ്കിൽ, ഒന്നാമത് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരനെ പറ്റി എനിക്കും വളരെ നല്ല അഭിപ്രായമാണുള്ളത്. കാരണം അദ്ദേഹത്തിന് നല്ല വികസന കാഴ്ചപ്പാടുണ്ട്. എങ്ങനെ വികസനം കൊണ്ടുവരാം, എന്ത് ചെയ്യണം, അതിനുള്ള ഡിസിപ്ലിൻ എന്താണ് വേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യവസായ മനസ്സുള്ള മനുഷ്യനാണ് രാജീവ് ചന്ദ്രശേഖർ. അതിന്റെ പ്രയോജനം തീർച്ചയായിട്ടും കേരളത്തിന് ഉണ്ടാകും. അദ്ദേഹം BJPയുടെ തലപ്പത്ത് ഇരിക്കുമ്പോൾ. ഡോക്ടർ മേരി ജോർജ്, താങ്കൾ പറയുന്നതനുസരിച്ച് നോട്ട് നിരോധനവും കോവിഡും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ പിന്നോട്ടടിച്ചു എന്നാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ പിന്നോട്ടടിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ഡിമോണിറ്റൈസേഷൻ. അതിനുശേഷം ഇന്ത്യ പഴയ സ്ഥിതിയിലേക്ക്, അതിന് തൊട്ട് മുൻപുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചുകൊണ്ട്, അതായത് നിർമ്മലാ സീതാരാമൻ പല ആവർത്തി, നിർമ്മലാ സീതാരാമൻ അല്ല, മറ്റേ അതിനു മുൻപുണ്ടായിരുന്ന നമ്മുടെ ദിവംഗതനായ വ്യവസായ മന്ത്രി പല രീതിയിലെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ പതുക്കെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുന്ന ഒരു കുട്ടിയായിരുന്നു MSME സെക്ടർ. അപ്പോഴേക്കുമാണ് കോവിഡ് വരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ആഘാതം, അതിന്റെ ആഘാതം ഏറ്റവും പറ്റിയത് കേരളത്തിനാണ്. കാരണം കേരളത്തിൽ ഒരു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല. നേരത്തെ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ ഈസ് ഓഫ് ഡൂയിങ് കേരളത്തിലെ ഈ 10 വ്യവസായങ്ങൾ ഒന്നിച്ച്, പ്രവാസികൾ ഒന്നിച്ച് വ്യവസായത്തിന്, പുഴയ്ക്കൽ വ്യവസായ എസ്റ്റേറ്റ് മാത്രം നോക്കിയാൽ മതി. തൃശ്ശൂര് പുഴയ്ക്കൽ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക് വ്യവസായം തുടങ്ങിയ പ്രവാസികൾ അവരവസാനം ഹൃദയം തകർന്ന് തമിഴ്നാട്ടിലേക്കും അതുപോലെ കർണാടകത്തിലേക്കും ചേക്കേറിയ സംഭവം. ഡോക്ടർ മേരി ജോർജ്, ഞാൻ നടപടിയാണ്, നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്. നമ്മളോട് ചർച്ച ചെയ്തതുപോലെ തന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യ ഉൽപാദന വളർച്ചയ്ക്ക് അടിത്തറ പാകിയിട്ടുണ്ടെങ്കിലും ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് നിലവിലുള്ള നയങ്ങളുടെയും പരിപാടികളുടെയും കാര്യക്ഷമമായ നിർവഹണം നിർണായകമാണ്. അടിസ്ഥാന സൗകര്യ പരിമിതികൾ പരിഹരിക്കുക എന്നത് ഇപ്പോഴും ഒരു മുൻഗണനയായി തുടരുന്നു. ചെറുകിട ബിസിനസ്സുകൾക്കും മറ്റ് സമാന മേഖലകൾക്കും ഈ പ്രോഗ്രാമിൽ നിന്ന് പ്രയോജനം നേടുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. കുറ്റമറ്റ രീതിയിൽ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്.
പ്രതിപക്ഷത്തെയും വ്യവസായ സമൂഹത്തെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ മേക്ക് ഇൻ ഇന്ത്യ പോലൊരു പദ്ധതി വിജയത്തിലെത്തിക്കാൻ കഴിയൂ. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ മേരി ജോർജ്, ശ്രീ എൻ പീതാംബരക്കുറുപ്പ്, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, വിനീത ഹരിഹരൻ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.